ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ ഈ അടുത്ത് പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടപ്പോൾ തന്നെ ആദ്യം 20 ദിവസം ഹങ്കർ സ്ട്രൈക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് നടത്തിയത്. കാരണം മൻസൂർ സാറിനെ അങ്ങനെ കൊണ്ടുപോയപ്പോൾ അവർ എല്ലാവരും കൂടെ നീറ്റ് എക്സാമിൻ്റെ അതിന് വേണ്ടിയിട്ടാണ് പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് നടത്തിയത്. അപ്പോൾ ഒരിക്കലും അവർ തിരിച്ച് റിയാക്ട് ചെയ്തത് വയലൻസോടെ ആയിരുന്നു. അപ്പോൾ ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റിന് ഒരിക്കലും അങ്ങനെ റിയാക്ട് പാടില്ലായിരുന്നു. ഇപ്പം ഞാൻ മെയിൻലി സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് ഇൻസ്റ്റാഗ്രാമിൽ അതിനെപ്പറ്റി ആൾക്കാർ സംസാരിക്കുന്നുണ്ടെന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം വേറെ മെയിൻ സ്ട്രീം മീഡിയാസൊക്കെ അത് കവർ ചെയ്യുന്നത് വളരെ കുറവാണ്. പിന്നെയും കുറേ ആങ്കേഴ്സൊക്കെ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ അറിയുന്നത് ഇൻഫ്ലുവൻസേഴ്സ് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള കുറേ വീഡിയോസ് CJPയുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രൊട്ടസ്റ്റിൻ്റെ കാര്യം കൂടെ ഞാൻ അറിയാം. എനിക്കെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പീസ്ഫുള്ളായിട്ട് പ്രൊട്ടസ്റ്റ് സ്റ്റുഡൻസിനെ ഒരിക്കലും അത്ര വയലൻ്റായിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ആ സ്റ്റുഡൻസിനെ കേട്ട് കാരണം നമ്മളൊരു ഡെമോക്രസി ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ടല്ലോ. അപ്പോൾ അവരത് നടത്തുമ്പോൾ അവരോട് സംസാരിക്കാൻ വേണ്ടി അവർ തയ്യാറാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അവരോടൊരിക്കലും ഈ വയലൻ്റായിട്ട് ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. സ്റ്റുഡൻസിൻ്റെ കൂടെ നിൽക്കുന്നു. അപ്പം അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ കൊച്ചിയിലും ഇവർ ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിൻ്റെ കൂടെയാണ് CJPയുടെ കൂടെയാണ്. CJP എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ പാർട്ടിക്കും അതിൻ്റെതായ ഐഡിയോളജീസ് എല്ലാം ഉണ്ട്. അപ്പം ആ പ്രൊട്ടസ്റ്റ് നടത്തിയത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവരുടെ അതായത് ഇപ്പോൾ എൻട്രൻസ് എക്സാം എഴുതുന്ന എല്ലാവർക്കും അറിയാം എത്ര കഷ്ടപ്പെട്ടാണ് അവർ എക്സാം എഴുതുന്നത്. അപ്പം ഒരു എക്സാം എഴുതി എല്ലാവരും സന്തോഷിച്ചിരിക്കുമ്പോൾ അത് ലീക്കായി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം ചിലർക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അത്രയും ഞാൻ നീറ്റ് എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു വിഷമവും ഇതെല്ലാം കൂടെ ഒരു പേപ്പർ ലീക്കിലൂടെ ഒരു എന്താ അത്രയും ഒരു പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ നീറ്റ് എക്സാം പോലെ നിങ്ങൾക്കറിയാം എന്ത് സ്ട്രിക്റ്റായിട്ടാണ് അവർ എടുക്കുന്നതെന്ന്. അപ്പം അത്രയും സ്ട്രിക്റ്റായിട്ട് എടുക്കുന്ന ഒരു നീറ്റ് എക്സാമിൻ്റെ പേപ്പർ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ് അഭിപ്രായത്താണ്. അപ്പം അതിനെതിരെ ആ പിള്ളേർ പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് പകരം അങ്ങനെ വയലൻ്റായിട്ട് ചെയ്യാൻ പാടില്ലാതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. കുട്ടികൾ ചെയ്ത നീറ്റ് എക്സാമിന് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട്